ഇന്ന് നമ്മളുടെ കൂടെ ചേരുന്നത് മാലിദ്വീപിൽ നിന്നും ഹാഷിം സാഹിബാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അദ്ദേഹം അവിടെ അധ്യാപകനായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനൊരു ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ സ്വരം എന്ന പ്രോഗ്രാമിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഹാഷിമാണ് മാലിദ്വീപിൽ നിന്ന്. ഹാഷിം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാ അല്ലാ. എങ്ങനെയുണ്ട്? തണുപ്പുണ്ട് അവിടെ? തണുപ്പില്ല, ഇവിടെ രണ്ട് കാലാവസ്ഥയേ ഉള്ളൂ. ഒന്നുകിൽ മഴ അല്ലെങ്കിൽ ചൂട്, വെയില്. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ മറ്റേ സ്റ്റുഡിയോക്കകത്തായതുകൊണ്ട് ഹസൻ അൻസാരി ഞങ്ങളിപ്പോൾ 2 തവണ തണുപ്പ് കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റുഡിയോക്കകത്തെ. അത് ശരി. ഇവിടെ റൂമിൽ AC ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ്. ചൂടാണ്. എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ, റാഹത്താണ്. സ്വദേശം നാട്ടില് വാണിയമ്പലം, മലപ്പുറം ജില്ലയിൽ വാണിയമ്പലം. വണ്ടൂര് വാണിയമ്പലം. അതെ, വണ്ടൂർ വാണിയമ്പലം. മാഷാ അല്ലാ. അപ്പോൾ മാലദ്വീപിൽ എത്തിയിട്ട് എത്രയായി? ഇപ്പോ 4ാം വർഷമാണ്. 2023 അക്കാഡമിക് ഇയറിലാണ് വന്നത്. ഓക്കെ, അവിടെ അധ്യാപകനാണല്ലേ? അതെ, അധ്യാപകനാണ്. ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനാണ്. ഓക്കെ, താങ്കളുടെ കുടുംബം, ഭാര്യ, മക്കൾ ഒന്ന് പറയാമോ? വീട്ടിൽ ഉമ്മ, ഉപ്പ, ഒരു പെങ്ങളുണ്ട് വലുത്, പിന്നെ താഴെ 2 അനിയന്മാരാണുള്ളത്. വൈഫുണ്ട്, ചെറിയൊരു മോളും ഉണ്ട്. അപ്പൊ അവര് ഇവിടെയാണുള്ളത്, എന്റെ കൂടെയാണുള്ളത്, വൈഫും മോളും. ബാക്കിയുള്ളവർ നാട്ടിലുണ്ട്. ഓക്കെ, മാഷാ അല്ലാ. ഈ മാലദ്വീപ് നമ്മുടെ ഏകദേശം എത്ര മണിക്കൂർ യാത്ര ഉണ്ടാകും? ഫ്ലൈറ്റിലല്ലേ നിങ്ങൾ പോകാറുള്ളത്? അതെ, നമ്മുടെ കൊച്ചിന്നാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. പിന്നെ ബാംഗ്ലൂർ, തിരുവനന്തപുരം, ഈ 3 സ്ഥലത്തിന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ. കൊച്ചിയിൽ നിന്ന് 1 മണിക്കൂർ 15 മിനിറ്റ്, 1.25 മണിക്കൂർ അത്രേ ഉള്ളൂ. വലിയ വ്യത്യാസം ടൈം ഇതിലൊന്നും ഇല്ല. ഒരു അരമണിക്കൂർ വ്യത്യാസമുണ്ട്. യെസ്. ഓക്കെ, താങ്കളും മാലദ്വീപിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കാം. ഞാൻ മങ്കട ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെയുള്ള ഒരു സാറിന്റെ പരിചയത്തിൽ ഇവിടെയുള്ള ഒരു സാർ ഉണ്ടായിരുന്നു മാലദ്വീപില്. അപ്പൊ അവര് വഴി അഡ്വർടൈസ്മെന്റ് വന്ന് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഉണ്ടായത്. ഏജൻസി വഴിയാണ് ഇവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പൊ ഏജൻസി നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ, സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെയുള്ള മാലദ്വീപ്സിലെ മിനിസ്ട്രിയിലേക്ക് കൈമാറും. അപ്പൊ അവരൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് മാലദ്വീപ്സിന്റെ മിനിസ്ട്രി ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവര് ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തും. അന്ന് എനിക്ക് ഓൺലൈൻ ആയിട്ടായിരുന്നു ഇവിടുന്ന് ഇന്റർവ്യൂ നടന്നത്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഡയറക്റ്റ് ആയിട്ട് അവര് ഇന്ത്യയിലേക്ക് വന്നിട്ട് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇത് മാലദ്വീപിന്റെ ഗവൺമെന്റ് സെക്ടറിലാണ് താങ്കൾ ജോലി ചെയ്യുന്നല്ലേ? അതെ, ഗവൺമെന്റ് സെക്ടറിലാണ്. ഓക്കെ, അവിടെ പ്രൈവറ്റ് സെക്ടറുകളുണ്ടോ? പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടോ അവിടെ? പ്രൈവറ്റ് സെക്ടേഴ്സ് വളരെ കുറവാണ്. ക്യാപിറ്റലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ചില വലിയ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഹൈലി ഡെവലപ്ഡ് ഐലൻഡുകൾ ഉണ്ട്. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സ് 1-2 കാണാൻ പറ്റുള്ളൂ. മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് ഗവൺമെന്റ് സ്കൂളുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലാംഗ്വേജ് സ്കൂളിലും കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ? ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. ഇവിടെ ഇവരുടെ ലാംഗ്വേജ് ദിവഹി എന്ന് പറയും. ദിവഹി ലാംഗ്വേജ്. അതെ, ഒരു ഹിന്ദി, ഉറുദു, അറബിക്, മലയാളം എല്ലാം കൂടെ വേർഡ്സ് മിക്സ് ചെയ്തിട്ടുള്ള, എന്നാൽ ഒന്നും തിരിയാത്തൊരു ഭാഷ. മലയാളം ഉണ്ടോ? ചില വേർഡ്സുകൾ മാത്രം. ഏതാണ് ഒന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കത്രികക്ക് അവർ കത്രി എന്നാണ് പറയാ. പിന്നെ തൂവാലക്ക് തൂവാലി, അങ്ങനെയുള്ള ചില പിന്നെ അതുപോലെ നമ്മുടെ അയൺ ബോക്സ് ഇല്ലേ, അതിന് ഇസ്തിരി പറയും. അങ്ങനെ ചില വേർഡ്സുകളൊക്കെ ചില സിമിലാരിറ്റീസ് മലയാളവുമായി ബന്ധപ്പെട്ടുണ്ട്. അതെ. അപ്പോൾ ഒരു മലയാളം, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് വളരെ ബെറ്റർ ചാൻസ് ആണ് അല്ലേ? എന്നിരുന്നാലും അവരുടെ ഭാഷ പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. ഒരു 2 വർഷം 2.5 വർഷമൊക്കെ ആവും ഏകദേശം ഒന്ന് മനസ്സിലായി കിട്ടാന്. ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അവരോട് അവരുടെ ഭാഷയിൽ നടത്താൻ ആ ഒരു പര്യാപ്തമായോ? ഇല്ല, ചെറിയ വേർഡ്സ് ഒക്കെ പഠിക്കാം. ഒരു ബേസിക് ആയിട്ട് പിടിച്ചു നിൽക്കാനുള്ളത് അറിയാം. നമ്മളെ ഈ കാസർഗോഡ്, ഞങ്ങൾ 2 കാസർഗോഡ് വർക്ക് ചെയ്തിരുന്നു. കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമിയാണല്ലോ എന്ന് പറഞ്ഞ പോലെ അവിടെ മലയാളമാണെങ്കിലും അവിടെ കുറച്ച് നമ്മൾ ഉള്ള ഏരിയകളിലൊക്കെ ചെന്നാലേ നമുക്ക് ചില മലയാളം നമുക്ക് പിടിച്ചാൽ കിട്ടൂല.
അറിയൂല. അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അവർ സ്പീഡിൽ സംസാരിക്കുമ്പോൾ അവരുടേതായ ചില സ്ലാങ്ങുകളിൽ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ നിങ്ങൾ ലിപി എഴുതാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ? ഇല്ല, അത് വളരെ ടഫാണ്. ഇവര് ലിപി ഇങ്ങനെ നമ്മുടെ അറബിക്ക് പോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ചെയ്തത്. പക്ഷെ ഒന്നുകൂടെ ചെറിയ ലിപിയാണ്, ക്യാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇസ്ലാമിക് കൺട്രി ആണോ? അതെ അതെ, എൻറ്റയർലി ഇസ്ലാമിക് കൺട്രിയാണ്. ഓക്കെ, മാഷാ. അപ്പോൾ റമദാനൊക്കെ ഒരു സ്പെഷ്യൽ ആയിരിക്കും. റമദാനൊക്കെ അവിടെ സ്പെഷ്യലാണ്. നമുക്ക് അവിടെ ഇന്നത്തെ രണ്ടാമത്തെ നോമ്പ് തന്നെയല്ലേ? ഇല്ല, ഇന്ന് മൂന്നാമത്തെ. ഇന്ന് മൂന്നാമത്തെയാണ്. സൗദി അതെ, ഒക്കെ ഇവര് സൗദിയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മാഷാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഒരു നോമ്പിൻ്റെ വിശേഷങ്ങൾ, അവിടുത്തെ നോമ്പ് തുറ, അതല്ലെങ്കിൽ പള്ളിയിൽ സമൂഹമായ നോമ്പ് തുറ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, നാട്ടിൻപുറങ്ങളിലാണെങ്കിലും ടൗണിൽ റോഡ് സൈഡിൽ യാത്രക്കാരെ ഉദ്ദേശിച്ചാണെങ്കിലും നോമ്പ് തുറക്കാൻ എല്ലാവരും കുട്ടികളും മക്കളൊക്കെ കൂടി പുരുഷന്മാരൊക്കെ അങ്ങനെ വിഭവ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യങ്ങൾ ഓർക്കുണ്ടാവും. അവിടെ അങ്ങനെ തന്നെയാണോ? ഇവിടെ ഇപ്പോ നോമ്പുതുറ പള്ളി, 2 പള്ളികളാണ് ഇവിടെ ഉള്ളത്. ഒരു പള്ളിയോട് വരുന്നത് ചെറിയൊരു ഐലൻഡ് ആണ്. അത് പറയുമ്പോൾ ഒരു 3/4 കിലോമീറ്റർ വിസ്തീർണം മാത്രമുള്ള ഒരു 700 ആളുകൾ റെക്കോർഡിക്കലി ഉള്ള ഒരു ചെറിയ ഐലൻഡ് ആണ്. പക്ഷെ 400 ആളുകളൊക്കെ ഈ ഒരു ഐലൻഡിലുള്ളൂ. എന്നിരുന്നാൽ കൂടി 2 പള്ളിയുണ്ട് ഇവിടെ. അപ്പൊ 2 പള്ളികളിലും സമൂഹ തുറവികൾ ഉണ്ടാവും. എന്നിരുന്നാൽ എല്ലാവരും വരെയൊന്നുമില്ല, സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് വന്ന് അവരുടെ വീട്ടുകളിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചിട്ട് നമസ്കാരം കഴിഞ്ഞ് പോകും. അങ്ങനെയാണ് ഒരു നോമ്പുതുറയുടെ സെറ്റപ്പ് ഇവിടെ. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ഒരു സമൂഹ തുറവി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരുന്ന ഒരു രീതിയില്ല. അവസാനം വരെ ഈ ഒരു റൊട്ടീനാണ് തുടർന്ന് പോകുന്നത്. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടോ? നിങ്ങളെപ്പോലെ ഇപ്പോൾ ജോലി ആവശ്യാർത്ഥോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവട ആവശ്യാർത്ഥോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? സ്കൂളിൽ ഞങ്ങൾ 8 പേരാണുള്ളത് മലയാളികള്. പിന്നെ ഹോസ്പിറ്റലില് ഒരാളുമാണ് മലയാളി ആയിട്ടുള്ളത്. ഹോസ്പിറ്റൽ സ്റ്റാഫ്? ഹോസ്പിറ്റൽ സ്റ്റാഫായിട്ട്, നഴ്സായിട്ട്. നഴ്സായിട്ട്. ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ അപ്പോൾ എന്തായാലും കാണാം. എല്ലാ ദിവസവും നമ്മൾ ശ്രമിച്ചാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ 400 ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെ, അത് ചെറിയൊരു ഐലൻഡ് ആണ്. അപ്പൊ എങ്ങനെ നടന്നാലും കാണുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്കുള്ള വരവും കാര്യങ്ങളൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും വെക്കേഷൻ ആകുമ്പോഴാ? കഴിഞ്ഞ ഡിസംബറിലായിരുന്നു വെക്കേഷൻ ഉണ്ടായിരുന്നു, ആനുവൽ വെക്കേഷൻ. December 25 സ്റ്റാർട്ട് ചെയ്ത് January 25 വരെ ആയിരുന്നു. ഇപ്പൊ ഞാൻ വന്നിട്ടേ ഉള്ളൂ. ന്യൂ അക്കാഡമിക് ഇയർ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു മാസമാണ് അവിടെ വെക്കേഷൻ? ഒരു മാസം. നമ്മളവിടുത്തെ പോലെ 2 മാസമല്ല. ഇല്ല, 1 മാസം തരും. പക്ഷെ നമ്മള് കുറച്ച് ഇവിടുന്ന് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് 2 ഫ്ലൈറ്റ് പിന്നെ ഒരു ബോട്ട് അങ്ങനെയൊക്കെ കയറി വരുന്നതുകൊണ്ട് തന്നെ 2 ദിവസം പിടിക്കും നാട്ടിലേക്ക് എത്താൻ. അപ്പൊ അവിടെ 2 ദിവസം, ഇവിടെ 2 ദിവസം, അങ്ങനെ 4 ദിവസം അങ്ങനെ പോവും. ഒരു മൊത്തത്തിൽ 25-26 ദിവസം കിട്ടും. അതല്ലാതെ നമ്മുടെ നാട്ടിലിപ്പോഴേ ഈ ക്രിസ്മസ് 10 ദിവസം, ഓണം 10 ദിവസം എന്നൊക്കെയുള്ള ലീവുകൾ ഉണ്ടല്ലോ. അതുപോലെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു 10-20 ദിവസം വേറെ ലീവുകൾ ഉണ്ടോ? ലീവ് ഉണ്ട്. ഇപ്പൊ റമദാൻ ഇപ്പൊ ഇനി ഒരാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് 2 ആഴ്ച കംപ്ലീറ്റ് ലീവ് ആയിരിക്കും. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം പിന്നെ ഫസ്റ്റ് ടേം എൻഡ് ആവുന്ന സമയത്ത് 2 ആഴ്ച ലീവ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആനുവൽ ലീവിന്. അപ്പൊ ഈ ലീവിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ പോവാം. പക്ഷെ ഇതിന്റെയൊക്കെ ഫെയർ, നമ്മൾ ടിക്കറ്റ് ഫെയർ ഒക്കെ നമ്മൾ തന്നെ എടുക്കണം. എന്നാൽ ആനുവൽ ലീവിന് പോകുന്ന സമയത്ത് അതെല്ലാം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ ഇത് അതോടൊപ്പം ഇപ്പം നമുക്ക് ഈ സ്കൂളിൽ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൂടുതൽ മദ്രസ സംവിധാനങ്ങൾ വളരെ ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ടല്ലോ, കുട്ടികളുടെ ധാർമ്മിക അന്തരീക്ഷവും മറ്റുമൊക്കെ. അപ്പം അവിടെ ഒരു എൻ്റയർലി ഇസ്ലാമിക് കൺട്രി എന്നുള്ള നിലക്ക് മദ്രസ സംവിധാനങ്ങളുടെ ഒരു സാധ്യത എങ്ങനെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ബേസിക്കലി മദ്രസ സംവിധാനം എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. പക്ഷെ അവർക്ക് സ്കൂളിൽ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഡെയിലി ഒരു സബ്ജക്ട് തന്നെ ഉണ്ട്. ഖുർആനും അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡി എന്ന് പറയുന്നതുള്ള ഇസ്ലാമും പിന്നെ അവരുടെ ഭാഷയും പഠിക്കാനുള്ള സ്ഥിരം ഒരു ടൈം ടേബിൾ തന്നെ അവർക്ക് ഉണ്ട്. അതായത് മെയിൻ ഡേ ടൈം ടേബിളിൽ അവർക്ക് സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അല്ലാതെ ഒരു മദ്രസ സംവിധാനം ഇല്ല. ഡ്യൂറേഷൻ, സ്കൂൾ ഡ്യൂറേഷൻ എങ്ങനെയാണ്? എത്ര ടൈമാണ്? രാവിലെ 6:45 സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചക്ക് 12:30 വരെ. മാഷാ, 6:45 തുടങ്ങൂല്ലേ? നല്ലൊരു സമയമാണ്, ഒരു ഫ്രഷ് ടൈമാണ്. നമ്മൾ ആ നാടിൻ്റെ വരുമാനം എന്താണ്?
നാടിന്റെ വരുമാനം ഇവർക്ക് കാര്യമായിട്ട് ടൂറിസം ആണ് മെയിൻലി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂണ ഫിഷ് ഇല്ലേ, ഉം. അതിന്റെ ഇമ്പോർട്ട് ഉണ്ട് അവർക്ക്. ചെറിയ ക്യാനൊക്കെ ആയിട്ട് ടിന്നിലൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ് ഉണ്ട്. അപ്പൊ അതും ടൂറിസം ആണ് മെയിൻ അവരുടെ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നാട്ടിൽ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇവിടെ ചില്ലറ വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ അവർക്ക് ഫിഷിങ്ങിനൊക്കെ അവർ തന്നെ പോയി വന്ന് അങ്ങനത്തെ ഉള്ള. പിന്നെ ഇവിടെ 2-3 സെക്ടേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് സെക്ടേഴ്സ് ഉണ്ട്. കൗൺസിൽ എന്ന് പറയും, നമ്മുടെ പഞ്ചായത്ത് ഓഫീസില്ലേ നാട്ടിലെ, അതേപോലെ ഒരു കൗൺസിൽ ഇവിടെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റിന്റെ ഒരു ഫെനക്ക എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. അപ്പൊ അതിലൊക്കെ ആളുകൾ ജോലി നോക്കുന്നുണ്ട്. മെയിനായിട്ട് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഗവൺമെന്റ് ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് അവരങ്ങനെ പോകും. പറഞ്ഞോളൂ. വലിയ ചെലവ് എന്ന് പറയാൻ ഇവർക്കൊന്നുമില്ല, കാരണം എല്ലാം ഫ്രീ ആണ്. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ ഹോസ്പിറ്റൽ ഫ്രീ ആണ്, മാരേജ് ഫംഗ്ഷനുകൾ ഫ്രീ ആണ്. അതൊക്കെ ഗവൺമെന്റ് നോക്കും. അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. എല്ലാം ഫ്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ചെലവ് എന്ന് പറയാനൊന്നുമില്ല. മാഷാ അല്ലാ. അപ്പോൾ നിങ്ങളിപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ദ്വീപിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അത് ആദ്യം വേറെ എവിടെയെങ്കിലും ആയിരുന്നോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഈ ദ്വീപിൽ തന്നെ എത്തുന്നത്. ഇതിപ്പോ നമ്മുടെ നോർത്ത് എൻഡ് ആണ് ഈ ഒരു കൺട്രിയുടെ. ഈ ദ്വീപിന്റെ സർക്കാർ ഈ ദ്വീപിന്റേത് മാത്രമായ ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് ആണോ, അതല്ല മാൽദീവ്സിന് മൊത്തത്തിലൊരു സർക്കാരാണോ? മാൽദീവ്സിന് മൊത്തത്തിലൊരു സർക്കാരാണ്. പിന്നെ ഓരോ അറ്റോളുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇപ്പോ ടോട്ടൽ ഒരു മോർ ദാൻ 1000 ഐലൻഡ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ അതില് ഒരു +200 മനുഷ്യവാസമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കാട് പിടിച്ച് കിടക്കുന്നതാണ്. അപ്പൊ അതന്നെ ഒരു 26 അറ്റോളുകളാക്കിയിട്ട് തിരിച്ചു. അറ്റോൾ എന്ന് പറയുമ്പോൾ ഒരു റിംഗ് ഷേപ്പിൽ ഒരു 5 ഐലൻഡുകൾ ഉണ്ടാവും, 5-6 ഐലൻഡുകൾ. അതിനാണ് ഒരു അറ്റോൾ എന്ന് പറയാം, നമ്മള് ജില്ല എന്നൊക്കെ പറയുന്ന പോലെ. ആ ജില്ലക്ക് അല്ലെങ്കിൽ ആ അറ്റോളിനൊരു പാർലമെന്റ് മെമ്പർ ഉണ്ടായിരിക്കും. അപ്പോ അയാൾ വഴിയാണ് ഈ ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുക. നമ്മുടെ ഒരു ശ്രോതാവ് ഇപ്പൊ ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ടേ നമ്മുടെ ശ്രോതാക്കളും നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ശ്രോതാവിന് ഒരു കാര്യം ചോദിക്കാണ്ട്, ശ്രോതാവിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. വയൽക്കരയിൽ നിന്ന് ഷാമില ഷംസുദ്ദീനാണ്. അവിടെ കൃഷി വല്ലതുണ്ടോ, കാർഷികമായ മുന്നേറ്റങ്ങൾ എങ്ങനെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. അത് ഡിപ്പെൻസ് ആണ്. ചില ഐലൻഡുകളിൽ ആളുകൾ ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾസ് ഒക്കെ അവർ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ആടുകളുടെ ഫാം അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ നിൽക്കുന്ന ഐലൻഡിൽ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ 1-2 ആളുകളൊക്കെ അവരുടെ സ്വന്തം കൃഷിയിടത്തിൽ, ചെറിയൊരു കൃഷിയിടം പോലെ വീടിന്റെ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഭൂമി കൃഷിയോഗ്യമാണോ? മണലായിരിക്കുമല്ലോ. നല്ല മണലാണ്, നല്ല കറുത്ത മണ്ണാണ്. കൃഷിയോഗ്യാണോ? അതെ, കൃഷിയോഗ്യാണ്. ചില ഐലൻഡുകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ പച്ചക്കറികളും വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ കപ്പ അതൊക്കെ ചെയ്യും അവര്. അപ്പൊ നമ്മൾ ഈ ഒരു നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഒരു അറ്റോൾ എന്ന് പറഞ്ഞല്ലോ, ഈ ഒരു അറ്റോള് നിങ്ങൾ പിന്നെ മുഴുവൻ കാണാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ, അതോ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്? അപ്പൊ ഞാൻ നിൽക്കുന്നത് അലിഫ് അറ്റോൾ എന്ന് പറയുന്ന ഒരു അറ്റോളാണ്. നമ്മുടെ അറബി ഭാഷകളുടെ ലെറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ അറ്റോളിനും. അലിഫ്, ബ അറ്റോള്, ത അറ്റോള്, അങ്ങനെ. അപ്പൊ അതില് ഒരു 5-6 ഐലൻഡുകൾ വരുന്നുണ്ട്. അതിലൊരു മാക്സിമം കണ്ടു തീർത്തിട്ടുണ്ട്. മൊത്തം ഐലൻഡുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ മനുഷ്യവാസം ഇല്ലാത്ത ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ ഇടക്ക് പിക്നിക്കായിട്ട് പോകാറുണ്ട് സ്കൂളിൽ നിന്ന്. ഏതായാലും നമ്മൾ ഹാഷിമിന്റെ സംസാരം കേൾക്കുമ്പോഴേ മാഷാ അല്ലാഹ് വളരെ ഹൃദ്യമായ ഒരു അനുഭവം അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ നല്ലൊരു സന്തോഷം തുളുമ്പുന്ന ഒരു സംസാരമാണ്. ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു നിലനിർത്തി തരട്ടെ, റാഹത്താക്കി തരട്ടെ. അതോടൊപ്പം നമുക്കിപ്പോൾ നോമ്പാണല്ലോ, നോമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദിക്കാനുള്ളത്? നോമ്പിൻ്റെ ഒരു ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, എന്നാലും അവിടുത്തെ മെയിൻ ഫുഡ് ഫിഷ് ആണല്ലേ? അതെ, ഫിഷാണ്. അവർക്ക് എല്ലാത്തിലും ഫിഷാണ്. എന്ത് കറി ഉണ്ടാക്കിയാണെങ്കിലും അതിന്റെ ഒരു സൈഡിൽ ഫിഷ് ഉണ്ടായിരിക്കും. ചിലവര് നമ്മള് കാശ്മീരിലൊക്കെ പോയാലേ മട്ടന്റെ ഐറ്റംസുകളായിരിക്കും, എല്ലാറ്റിലും മട്ടനുകളായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ ഫിഷ് കൊണ്ട് എല്ലാ സൈഡ് ഡിഷുകളൊക്കെ ഫിഷുമേ ആയിരിക്കും അല്ലേ? നിങ്ങളെ ഏറ്റവും നല്ല സ്വാധീനിച്ച ഒരു ഫുഡ് ഏതാണ്? ഫിഷിന്റെ സ്വാധീനിച്ച ഫുഡ് എന്ന് പറയാന് ചില പേരുകളുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലില്ലാത്ത മസ്ഹുണി എന്ന് പറയും. മസ്ഹുണി എന്ന് പറഞ്ഞ മീനും നമ്മുടെ ടിൻ ടൂൺ അല്ലേ,
അതും ഈ കോക്കനട്ട് തേങ്ങയും പിന്നെ അവരുടെ ഒരു പ്രത്യേക ഇല ഉണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ദിവഹിൽ എന്തോ ഒരു പേരുണ്ട്, അതും ഇട്ടിട്ട് അവർ മിക്സ് ചെയ്യുക വിനിഗറൊക്കെ ഒഴിച്ചിട്ട്. അത് നല്ല ടേസ്റ്റ്. ഇവർക്കൊരു റോഷി എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ട്, നമ്മളെ ചപ്പാത്തി പോലെ. എന്നാൽ ചപ്പാത്തി അല്ല, പത്തിരി അല്ല, അതിന്റെ ഇടയിലുള്ള ഒരു നൈസായിട്ടുള്ള ഒരു ചപ്പാത്തി. അതാണ് ഇവർ ഇന്റർനാഷണലി കഴിക്കുന്നത്. എല്ലാവരും ഈ എൻറ്റയർ മാൽദീവ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒന്നാണത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇത് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുളിമസ് എന്ന് പറയുന്ന ഒരു വിഭവമുണ്ട്, മീനും കൊണ്ട് തന്നെ നല്ല റെഡ് കളറില് കുറച്ച് പുളിയൊക്കെ ആയിട്ടുള്ള ഒരു മീൻ കറി. ഈ മീനെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവിടുന്ന് എന്താണ് അവിടെ തന്നെ ആളുകള് കച്ചവടം ചെയ്യാണോ, അതല്ല പുറത്തുനിന്ന് ഷിപ്പിലോ മറ്റോ വന്ന് വിൽക്കുന്ന സാഹചര്യമാണോ? ഉണ്ട്. ട്യൂണ മാത്രം ബോട്ടിൽ വരും, വലിയ ഫിഷിംഗ് ബോട്ടിൽ വന്നിട്ട് അവർ വിൽക്കാറുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇവരെന്നെ പോയി പിടിക്കാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന റൂമിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു 50 മീറ്റർ നടന്നാൽ അവിടെ കടലാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പിടിക്കാറുണ്ട്, ചൂണ്ടിട്ട് പിടിക്കാം, ആർക്കും പിടിക്കാം. അവിടെ സാധാരണക്കാരായ ആളുകളുടെ മെയിൻ വരുമാനം എന്ന് പറയുമ്പോ എങ്ങനെയാണ്? സാധാരണക്കാർ അവരുടെ കച്ചവടം അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? കച്ചവടം ഉണ്ട്. ഇപ്പൊ ഒരു 4 ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കഴിയാനുള്ളത് അത് തന്നെ ഉണ്ടാവും. പിന്നെ റൂം വാടക കൊടുക്കുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം ഉണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ മീൻ വിറ്റിട്ടുള്ള വരുമാനം ഈ ഒരു ഐലൻഡിൽ ഇല്ല. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ല ഇവിടെ. അവനാണ് വേണ്ടത്, അവനെ പിടിക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, അവിടുന്ന് പണം അയക്കണമെങ്കിൽ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അമീർ ടി അടുത്തനാട്ടുകരെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരി. നമുക്ക് സാലറി വരുന്നത് ഇവിടുത്തെ മാൽദീവിയൻ റുഫിയയിലാണ്. അപ്പോ ബാങ്ക് വഴി അയക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി INR-ലേക്ക്, ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. എന്നാൽ അതിന് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ആദ്യം $400 അയക്കാൻ പറ്റിയിരുന്നു. ഇപ്പൊ അത് ചുരുങ്ങി 150-ലേക്ക് ചാടി. അവർ കുറച്ച് വിഷയങ്ങളൊക്കെ ആയപ്പോൾ വീണ്ടും $300 അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പൊ അത് ബാങ്ക് വഴി നമ്മൾ അയച്ചാൽ പോകും. ബാക്കിയുള്ളത് പിന്നെ ഏജന്റ് വഴിയാണ് നമ്മൾ സാധാരണ വിടാറുള്ളത്. അപ്പൊ അതില് ഡോളറിലേക്ക് മാറ്റേണ്ട, അവരെന്നെ മാറ്റിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക്, INR അക്കൗണ്ടിലേക്ക് ചേഞ്ച് ആക്കി തരും. പക്ഷെ അതിൽ അവർ ചെറിയൊരു സർവീസ് ചാർജ് പിടിക്കും, അത്രേ ഉള്ളൂ. അതിൽ നമ്മളെ പിന്നെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, അവിടുത്തെ ട്രാവലിങ്ങിന് എങ്ങനെയാണ്? നമ്മളെ നാട്ടിൽ ബസ്, കാറ് അങ്ങനെയൊക്കെ ഉള്ളത് പോലെ അവിടുത്തെ ട്രാവലിങ്ങിന് എങ്ങനെയാണത്? പൊതുഗതാഗതം അതല്ലാത്തതും? പൊതുഗതാഗതം ശരിക്കും ഇവിടെ ബോട്ടാണ്. RTL എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു ബോട്ടുണ്ട്, അതാണ് പൊതുഗതാഗതം. നമ്മുടെ KSRTC പോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില ഐലൻഡുകൾ മാത്രം ഹൈലി ഡെവലപ്ഡ് ആയിരിക്കും. അത് കുറച്ചുകൂടി വിസ്തീർണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റോഡും ബസ്സും ചെറിയ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇവിടെ ഒരു ചെറിയ ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ പിക്കപ്പ് വാനുകൾ, സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള, തിങ്സ് കൊണ്ടുപോകാനുള്ളത് മാത്രമേ ഉള്ളൂ. പൊതുഗതാഗതം ഇവർക്ക് RTL എന്ന് പറയുന്ന ഒരു ബോട്ടാണുള്ളത്. അത് എല്ലാ ഐലൻഡിൽ കടൽക്ഷോഭം അല്ലാതെ പ്രയാസം ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. പിന്നെ ഐലൻഡുകളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സുനാമി പോലത്തെ വന്നു കഴിഞ്ഞാലും ഫോഴ്സില് വേവ്സ് വരില്ല. ഈ ഐലൻഡുകൾ അടുത്തായതുകൊണ്ട് ബ്ലോക്ക് ചെയ്യും. 2004 നടന്ന സുനാമി ആണെങ്കിലും ഇവർക്ക് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം കയറി എന്നല്ലാണ്ട് സുനാമി പോലെ വന്നിട്ടില്ല. അത് ഈ പാറക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിപ്പോ ഒരു ശ്രോതാവേ ഇതൊരു കച്ചവടമായി കാണുന്നുണ്ട്. മുമ്പ് ചോദിക്കുകയാണ് അവിടെ ഹോട്ടലിൽ തുടങ്ങാൻ വല്ല ചാൻസ് ഉണ്ടോന്ന്. ആള് അബ്ദുൽ ഹമീദ് CK. എന്തായാലും ഇപ്പൊ അതിന്റെ മറുപടി നമ്മൾ ചോദിക്കണില്ല. അതുപോലെ ഒരു കച്ചവടമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മുമ്പ് നേരിട്ട് അന്വേഷിക്കട്ടെ അവിടെ പോയിട്ട്, ഇൻഷാ അല്ലാഹ്. അപ്പോ ഏതായിരുന്നാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണല്ലേ? അൽഹംദുലില്ലാ. നിങ്ങൾ ഫുള്ളി അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് റാഹത്തായിട്ട് പോകുന്നില്ല? നിങ്ങളെ കുട്ടി മോളാണോ മോനാണോ? മോളാണ്. എങ്ങനെ അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു വരുന്നുണ്ടോ? ഇല്ല, ഇപ്പോ 11 മാസമായിട്ടുള്ളൂ. ഓ മാഷാ അല്ലാഹ്. ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു. അവസാനം നിങ്ങൾ ഇവിടെ സ്വരത്തിൽ നമ്മുടെ പീസ് റേഡിയോയിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്ന ഒരു ഇൻട്രോ പറഞ്ഞതുകൊണ്ടാകാം മൊറയൂരിൽ നിന്നുള്ള ഒരു ബുഷറാക്കെ അവരൊരു റിക്വസ്റ്റ് ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പാട്ട് പാടാൻ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു 2 വരി പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി പാടുകയാണെങ്കിൽ നിങ്ങളെ സ്വരവും നോമ്പാണ്, വൈകുന്നേരം ആയിട്ടുണ്ട്. അവിടെ ഇപ്പൊ സമയം എത്ര ആയിട്ടുണ്ടാവും? ഇപ്പൊ സമയം 5:30, അവിടെ 6 മണി ആയിട്ടുണ്ടാവും.
ആ ഇവിടെ അതെ, ഇവിടെ 6 മണി. ഇവിടെ 6 മണിയായി. കറക്റ്റ്, മാഷാ അല്ലാ. പാട്ട് പാടാമോ? പെട്ടെന്ന് ചോദിച്ചപ്പോഴേ ഒന്ന് സ്റ്റക്കായി. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ധാരാളം ആളുകൾ നമ്മോടൊപ്പം ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ടൂറിന് പറ്റിയ സാഹചര്യം, അങ്ങനെ ധാരാളം ആളുകൾ, അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാ അവിടെ ഉൾപ്പെടുത്തണമെന്നുണ്ട്. നമുക്ക് ഇനിയും മറ്റൊരു ദിവസം വിശേഷങ്ങളുമായി ഹാഷിം സാഹിബ് വാണിയമ്പലത്തുകാരനായ ഇപ്പോൾ മാൽദീവ്സിലെ അലിഫ് അറ്റോണി അല്ലേ, അതെ, അലിഫ് അറ്റോണയിൽ താമസിക്കുന്ന ഹാഷിം സാഹിബ് ഇൻഷാ അല്ലാ ഇനിയും നമ്മോടൊപ്പം ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധാരാളം ആളുകൾ നമ്മളുമായി പങ്കുവെച്ചു. ബറക്കല്ലാഹു ഫീക്കും. ഏതായിരുന്നാലും പീസ് റേഡിയോയുടെ ഈ ഒരു റമദാൻ അക്രോസ് ദ വേൾഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഏറ്റവും നല്ല രീതിയിൽ ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.